വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നാളെ നമുക്ക് ജിംനോസ്പേം, പാലിയോബോട്ടണി, ഫൈറ്റോജോഗ്രഫി ആൻഡ് ഇവല്യൂഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാമാണ്. അപ്പം നിങ്ങൾ മറക്കാതെ നോക്കേണ്ട കുറച്ച് പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ജിംനോസ്പേമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ 3 ആൾക്കാരെ എന്തായാലും നോക്കുക. ഇത് തിരിച്ചും മറിച്ചും ഓരോന്ന് ചോദിക്കാം. അത് ചിലപ്പോൾ കോണായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ നീഡിലായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അനാട്ടമിക്കൽ ഫീച്ചേഴ്സ്, റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ എങ്ങനെയാണ് നീറ്റും ഇത്രയും അഡ്വാൻസ്ഡ് ആയത്, അങ്ങനത്തെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, നീറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, ഇനി എവല്യൂഷണറി ട്രെൻഡ് നോക്കി വയ്ക്കുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഫിനിറ്റീസും നോക്കി വയ്ക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസും നോക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് 10 മാർക്കിന് വരെ ചോദിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. എക്കണോമിക് ഇമ്പോർട്ടൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഇത്രയാണ് ജിംനോസ്പേമിലുള്ളത്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം. നെക്സ്റ്റ് വരുന്നത് പാലിയോബോട്ടണിയാണ്. പാലിയോബോട്ടണീൻ്റെ ഒബ്ജക്റ്റീവ്സ് 1-2 തവണ ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫോസിലിൻ്റെ ടൈപ്പ്, ഫോർമേഷൻ നോക്കി വയ്ക്കുക. ജിയോളജിക്കൽ ടൈം സ്കെയിലും അതുപോലെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് എങ്ങാനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ റൈനിയ, ലെബഡോഡോൺഡ്രോൺ, ഈ 2 പ്രധാനമായിട്ടും ഫോസിൽ ടെറിഡോഫൈറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. കലാമൈറ്റീസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ഇത്തവണ കലാമൈറ്റീസ് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ഫോസിൽ ടെറിഡോഫൈറ്റൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ഇന്ത്യൻ പാലിയോബോട്ടാണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് ചോദിക്കാറുണ്ട്, 5 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ പാലിയോബോട്ടണിസ്റ്റ്, അതായത് ബീർബൽ സാഹനിൻ്റെയും അതുപോലെ തന്നെ സാവിത്രി സാഹനിൻ്റെയും കോൺട്രിബ്യൂഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫൈറ്റോജോഗ്രഫിയിൽ പ്ലാൻ ഡിസ്ട്രിബ്യൂഷൻ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വികാരിസം ചോദിച്ചിട്ടുണ്ട്, ആ ഡിസ്ട്രിബ്യൂഷനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആണ്, അതിൻ്റെ എവിഡൻസും ഇമ്പാക്റ്റും നോക്കി വയ്ക്കുക, അത് ചോദിക്കാറുണ്ട്. പിന്നെ ഗ്ലാസിയേഷനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. തിയറീസ് ഓഫ് ലാൻഡ് ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. അതുപോലെ തന്നെ തിയറീസ് ഓഫ് എൻഡമിസം ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് ഏരിയ ഹൈപ്പോത്തസിസും 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. 2 to 5 മാർക്കിന് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫൈറ്റോകോറി ഓഫ് ഇന്ത്യ, അതും നോക്കി വയ്ക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് എവല്യൂഷൻ, നമ്മുടെ ലാസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് എവല്യൂഷനാണ്. എവല്യൂഷനിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് എവല്യൂഷൻ ഓഫ് പ്രോകാരോട്ടിക് സെൽസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂകാരോട്ടിക് സെൽസ് ചിലപ്പോൾ ഇത്തവണ ചോദിക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് തിയറീസ് ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്പീഷീസ്, തിയറീസ് ഓൺ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്പീഷീസ്, ഇത് 10 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ള പോർഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ വരുന്നത് എവിഡൻസസ് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസസ് ചോദിച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ നോക്കി വയ്ക്കാം. പിന്നെ ജനറ്റിക് കൺസിസ്റ്റൻസി ആൻഡ് ക്രിയേഷൻ ഓഫ് വേരിയബിലിറ്റി, അത് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. പിന്നെ വരുന്നതാണ് സ്പീസിയേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സ്പീസിയേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എലോപാട്രിക്കും സിംപാട്രിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഐസൊലേറ്റിംഗ് മെക്കാനിസം ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിന്. ഈ ഡിഫറൻസസ് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസൊലേറ്റിംഗ് മെക്കാനിസം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ സ്പീസിയേഷൻ 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോർഷൻസ്. എല്ലാ പോർഷനിലൂടെയും കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.